നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആദ്യനും അന്ത്യനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവിനോടുകൂടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ഞങ്ങളുടെ സ്നേഹിതനും ഞങ്ങളുടെ വീണ്ടെടുപ്പും ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ ജ്ഞാനവുമായിരിക്കുന്ന ക്രിസ്തുവേശുവിനോടുകൂടെ തന്നെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് നൽകിയിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി, ആത്മാവിലും ശരീരത്തിലും കത്തപ്രാണിലും ആത്മാവിലും ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി പിതാവിനോട് ഞങ്ങൾ നിരപ്പിക്കാൻ തക്കോണം നീച്ചത പ്രാശ്ചിത്തമെന്ന ഏക മെറിറ്റിനാൽ ആ കൃപാസനത്തേക്ക് കടന്നു വരാനുള്ള അതിധൈര്യത്തോട് ഞങ്ങൾ കടന്നു വരികയാണ്. പാടുവാസ്തുതിപ്പാൻ കൃപ നൽകിയല്ലോ. അതേ കർത്താവ്, മരണത്തെ ജയിച്ചവരാ നീ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് മരണത്തെ ജയിക്കുന്നതിനായി സ്തോത്രം. ലോകത്തെ ജയിച്ചവനായി നീ ഞങ്ങൾ വസിച്ചുകൊണ്ട് ലോകത്തെ ജയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ സ്നേഹത്തിനും വാക്തത്വങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇടയവരോട് സംസാരിച്ചാട്ടെ, ഗ്രഹിപ്പാൻ കൃപ നൽകിയാട്ടെ. പരിസരങ്ങളെയും കർത്താവ് ശബ്ദം കടന്ന ഓരോ വ്യക്തികളെയും അവരുടെ തലമുറകളെയും അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് മുദ്രയിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. ഇനിയും കടന്നു ഒരാൾ ജനത്തെ കൂട്ടി വരുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ബൈബിൾ ക്ലാസ്സിലേക്ക് കർത്താവ് നമുക്ക് കടന്നൊരു സാഹചര്യം നൽകിയല്ലോ. സ്തോത്രം. ഞാനിതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ തന്നെയും ഇത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾ ദൈവത്തോട് അതിഭക്തന്മാരായിരുന്ന പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരും ആഗ്രഹിച്ചതും ഈവൺ പുതുനിയമസഭയുടെ ആരംഭകാലഘട്ടത്തിൽ അപ്പസ്തോലന്മാർ ആഗ്രഹിച്ചതിനേക്കാളും ഉപരിയായ ഒരു അനുഗ്രഹത്തോടെയാണ് നമ്മളെ കർത്താവ് നിർത്തിയിരിക്കുന്നത്. അവരെല്ലാം സ്തോത്രം കഷ്ടം സഹിച്ചുകൊണ്ട് നമുക്ക് വ്യക്തമായ പാത, ശരിയായ പാത എന്താണെന്ന് കാണിച്ചു തന്നു. കർത്താവ് പാതയിൽ കൂടെ കടന്നുപോയി. പഴയ നിയമ ശുദ്ധന്മാർ പാതയിൽ കൂടെ കടന്നുപോയി കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് പുതിയ നിയമ വിശ്വാസികൾ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളൊക്കെ കടന്നുപോയി. ഇപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള പാതയാണ്. എന്നിരിക്കലും പലർക്കും ഇത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഈ വെളിപ്പെടുക എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കും. ഒരു കൂട്ടർ കണ്ണടയ്ക്കുമ്പോൾ കിട്ടുന്ന വെളിച്ചപ്പാടുകളാണ്. അത് വെളിപ്പാടല്ല, വെളിച്ചപ്പാടുകളാണ്. ക്രിസ്തുവിനെ നമ്മുടെ പ്രാണനിലും ആത്മാവിലും ശരീരത്തിലും വെളിപ്പെട്ട് കിട്ടുന്നതാണ് വെളിപ്പാട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഒരു 90% വരെ ഒക്കെ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അനേകർ പഠിപ്പിക്കുന്ന അതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ പഠിക്കുക, ആഴത്തിൽ പഠിക്കുക, ഗ്രീക്ക് ഹീബ്രു അതൊക്കെ ആവശ്യമാണ്. അതിൽ കൂടെ ക്രിസ്തു ആരാണെന്നും അവനും നാമായിട്ടുള്ള ബന്ധം എന്താണെന്നും മനസ്സിലാക്കിയിട്ട് ഓരോ ബന്ധത്തിലും അവന് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സമയത്ത് സ്വീകരിച്ച് അങ്ങനെ അവനുമായിട്ട് ഒന്നായി ചേർന്ന് അവനിൽ വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൗത്യം. ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് അപ്പോസ്തലന്മാർ എഴുതിയത്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നല്ല ശതമാനത്തിൽ ഒരു അറിവില്ല. പോട്ട് നമ്മൾ ആരെയും വിധിക്കുവാൻ, നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠരെന്ന് പറയുവാനൊന്നല്ല, അവസരം കർത്താവ് നമുക്ക് തരുന്നു. ഇത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ മുന്നത്തെ ദിവസം എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അതുപോലെ തന്നെ അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, അതായത് അവനെ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഈ സബ്ജക്റ്റ് ക്രിസ്തുവും അവൻ്റെ ശരീരമായിരിക്കുന്ന സഭ. ആമേൻ, സ്തോത്രം. സഭ എന്ന് വിവരിച്ചിരിക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ തോട്ടമെന്ന് വിവരിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃഷി എന്ന് വിവരിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആലയം എന്ന് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യം ദൈവത്തിൻ്റെ ആലയം എന്നൊരു സബ്ജക്റ്റ് എടുത്തിട്ടാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അതിൻ്റെ ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ അവരോടുകൂടെ വസിപ്പതൊക്കെ വേണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ
അവന് താൻ തിരഞ്ഞെടുത്ത് ചോരത്തെളി ആചരിച്ച് പെസക തിന്നതായ ജനത്തോടു കൂടെ വസിപ്പാനുള്ള ആഗ്രഹം അവൻ പുറപ്പെടുവിക്കുകയാണ്. സ്തോത്രം. എത്ര അത് നമുക്ക് ആ ദൈവത്തിൻ്റെ വിശുദ്ധി, ആ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്സും ആ ദൈവത്തിൻ്റെ അത്യുന്നതമായ പദവിയും ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും വളരെ നേരിയ ശബ്ദത്തോടുകൂടെ, മകനെ മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു വളരെ മൃദുവായ ശബ്ദം നമ്മൾ കേൾപ്പിച്ച് ദിനംപ്രതി നടത്തുന്ന ആ ദൈവത്ര സ്നേഹത്തിൽ അതിനുവേണ്ടി അവൻ പ്രായശ്ചിത്തമായി തീർന്ന് നമ്മുടെ മേലുണ്ടായിരുന്ന കഠിനമായ ശിക്ഷയെ മാറ്റി വിശ്വസിക്കുന്നവർ സൗജന്യമായി നീതീകരിക്കുന്ന സ്നേഹത്തിൽ വേണം അവനോട് അടുത്ത് വരുവാൻ. അപ്പോൾ നമ്മൾ അതിനാസ്പദമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മരുഭൂമിയിലെ സമാഗമന കൂടാരത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതിനുശേഷം ശലോമോൻ്റെ കാലത്ത് ആലയം പണിതു. എന്നാൽ ഈ ഇവിടെ പണിതിരിക്കുന്ന ആലയത്തിലെ എല്ലാ ഉപകരണങ്ങളും അവിടെ ഇല്ലായിരുന്നു. പെട്ടകം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ബാക്കിയൊക്കെ പെട്ടകത്തിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ കൃപാസനം, ബാക്കിയെല്ലാം വേറെയായിരുന്നു പണിതത്. അത് പോട്ടെ, ഒരു സബ്ജക്റ്റാണ്. അതിനുശേഷം അത് ബാബേൽ വന്ന് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അവർ പ്രവാസത്തിൽ 7 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശെരുബാബേലും യോശുവെല്ലാം കൂടെ ചേർന്നുകൊണ്ട്, മോശയോട് കൂടിയിട്ടുണ്ടായിരുന്ന യോശുവല്ല, സ്തോത്രം, അവർ ആലയം പണിതു. സ്തോത്രം. അതിനുശേഷം ഹെറോദ് അവൻ്റെ കാലത്ത് അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. അതും ആ ആലയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമൊഴികൾ അനുസരിച്ചുകൊണ്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം നശിപ്പിച്ചു. കാരണം എന്താ? അതല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായി കൈപ്പടിയായ ഒരു ആലയത്തിൽ വസിക്കുന്നതല്ല, മറിച്ച് കൈപ്പടിയല്ലാത്തതായ ഒരു ആലയം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് കേമെ തന്നെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പുത്രന്റെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്ന, എൻ്റെ വചനങ്ങൾ ലഭിച്ച് പ്രമാണിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഈ ഒരു കാര്യം മർക്കോസിന്റെ മാളികയിൽ വെളിപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അന്ന് തുടങ്ങി സ്തോത്രം ദൈവത്തിൻ്റെ നിവാസം എന്ന് പറയുന്നത് അവനിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ കർത്തൃത്വങ്ങളും അവനെ ഏൽപ്പിച്ച് അവൻ നമ്മെ നടത്തുന്നത് പോലെ നടത്തുന്നവരിലാണ് വസിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് പഠിക്കണമെങ്കിൽ, നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചതാണെന്ന് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാൻ, നമ്മൾ ഈ സഭയെക്കുറിച്ച് പ്രസംഗം കേട്ട് പോയിട്ട് ക്ലാസ്സുകൾ കേട്ട് പോയിട്ട് കാര്യമില്ല. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ക്രിസ്തു നമ്മളിൽ വസിക്കണം. ഏത് പ്രതികൂലത്തിലായാലും വേണ്ടില്ല, ഏത് സമയത്തായാലും വേണ്ടില്ല, ആമേ സ്തോത്രം, നാം അവനിൽ വസിക്കുകയും അവൻ നമ്മിൽ വസിച്ച് തൻ്റെ ഗ്രേറ്റ്നെസ്, അത് തൻ്റെ പുനരുദ്ധാന ശക്തിയെ നമ്മളിൽ കൂടെ വെളിപ്പെടുത്തണം. സ്നാനപ്പെട്ടതിൻ്റെ സമയത്ത് നമ്മൾ സിഗ്നിഫൈ ചെയ്തതാണ്, ഞാൻ ക്രിസ്തുവിൽ മരിച്ചു, അടക്കപ്പെട്ടു. ഇതാണ് വെള്ളത്തിൽ പുറത്തു വരെ പറയുന്നത്, അവൻ പുനരുദ്ധാന ശക്തിയോടുകൂടെ വാഴുന്നത് പോലെ ആ പുനരുദ്ധാന ശക്തിയോടുകൂടെ തുടർന്നുള്ള ദിവസങ്ങൾ ഞാൻ ജീവിക്കും, എന്നിൽ കൂടെ പുനരുദ്ധാന ശക്തി വെളിപ്പെടും. എത്ര പേരിൽ ക്രിസ്തീയ കോളത്തിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് കോളത്തിൽ വെളിപ്പെടുന്നുണ്ടെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കട്ടെ. ഇതാണ് ഓഫർ, ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, ഇത് ഞാൻ അനുഭവിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചികഞ്ഞു നോക്കുക. എവിടെയെങ്കിലും ദൈവത്തിന് ഹിതമില്ലാത്ത, ദൈവത്തിന് ശത്രുത്വമുള്ളതായിട്ടുള്ള ജഡത്തിന്, എൻ്റെ വ്യക്തി താല്പര്യത്തിന് ഞാൻ അടിമപ്പെട്ടു പോയിട്ടുണ്ട്, അതിനെ അങ്ങ് കീറിക്കളയുക. അപ്പം ഇതൊക്കെ പഠിക്കണമെങ്കിൽ സ്തോത്രം, നമ്മൾ ഇതിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഒരു 24 എപ്പിസോഡുകൾ ഈ യൂട്യൂബ് ചാനലിലുള്ളതാണ്. സ്തോത്രം. അപ്പോൾ അതൊക്കെ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അത്രയും ഡീപ്പല്ല, ഒരു വിധം മനസ്സിലാകാത്ത വിധത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ കാര്യമല്ല. എന്തിനേ പുതിയ നിയമത്തിനൊക്കെ ഇത് കൊണ്ടുവരും? നമുക്ക് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, സുവിശേഷം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, ലേഖനങ്ങളൊക്കെ പോരെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഇസ്രായേലിലെ യാത്ര, അവർ ചോരത്തെളി ആചരിച്ചത്, പെസക തിന്നത്, ചെങ്കടൽ കടന്നത്, എങ്കിലും അവരെല്ലാവരും ദൈവം പ്രസാദിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, എന്തൊക്കെ അവർക്ക് സംഭവിച്ചു, അതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായിട്ടും ബുദ്ധി ഉപദേശത്തിനുമായിട്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ തിരുവെഴുത്തുകളും നമുക്ക് ആവശ്യമാണ്. പല സ്പിരിറ്റുകളും വാദിക്കുന്നുണ്ട്, പല വ്യക്തികളും വാദിക്കുന്നുണ്ട്, അതൊക്കെ പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിലാണ്.
ദൈവം പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവം ഒന്ന് തന്നെയാണ്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആസ് എ നേഷൻ, ഒരു രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനോട് ദൈവം ചെയ്തൊരു ഉടമ്പടി. രണ്ട് പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് അവരുമായിട്ടുള്ളത്. ഒന്ന് സീനായ് മലയിൽ വെച്ച് ചെയ്ത ഉടമ്പടി, അതിന് രക്തം കൊണ്ട് മുദ്രയിട്ടു, മൃഗത്തിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടു, സ്തോത്രം. പിന്നെ ഒന്ന് യോർദാൻ കടന്നതിന് ശേഷം ഏബാൽ പർവ്വതത്തിൽ വെച്ച് ചെയ്തൊരു ഉടമ്പടി. ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് ഉടമ്പടികളാണ് ഇസ്രായേൽ ആസ് എ നേഷനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അബ്രാമിനോടുള്ള ഉടമ്പടിയുണ്ട്, ആദാമിനോടുള്ള ഉടമ്പടിയുണ്ട്, നോഹയോടുള്ള ഉടമ്പടിയുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ എന്നൊരു രാജ്യത്തോട്, ഇസ്രായേൽ ജനതയോടുള്ള ഉടമ്പടിയാണ് പഴയ നിയമം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് ആസ് എ കവനന്റ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ക്രിസ്തുവുമായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തോടത്തോളം നമ്മൾ വിശ്വസിച്ചിട്ട് സ്ഥാനപ്പെട്ടിട്ട് രക്ഷയുടെ മാർഗത്ത് പാട്ടുപാടി ആരംഭിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്ന വ്യക്തിയും, ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരായിക്കോട്ടെ, റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നവരായിക്കോട്ടെ, ഞാൻ എന്നൊരു വ്യക്തിയും ഉയർത്തെഴുന്നേറ്റമായി എനിക്ക് വേണ്ടി പാപപരിഹാരമായി എൻ്റെ വ്യക്തിപരമായ പാപത്താലും എൻ്റെ പൂർവികന്മാരുടെ പാപത്താലും ദൈവിക ഭരണകൂടം എൻ്റെ മേൽ വിധിച്ചിരുന്ന ശിക്ഷയെ മായ്ച്ചു കളയത്തക്കവണ്ണം ദൈവമായിരുന്നവൻ, നിയമം തന്നവൻ, നിയമദാതാവ്, എൻ്റെ സൃഷ്ടിതാവ് എന്നെ പോലെയുള്ള ശരീരവും പ്രാണനും ആത്മാവുമുള്ളവനായി വെളിപ്പെട്ട് എൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിനുമുള്ളതുമായ ശിക്ഷയെ എനിക്ക് പകരമായി ഏറ്റെടുത്ത് ആ ശിക്ഷ പൂർണ്ണമായും ഡിവൈൻ ഗവൺമെന്റിന് സാറ്റിസ്ഫാക്ഷൻ വരത്തക്കവണ്ണം പൂർണ്ണമായും അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആ ക്രിസ്തുവുമായിട്ടുള്ള ആണ് എൻ്റെ ഉടമ്പടി. ഇതാ പുതിയ നിയമം. പഴയ നിയമത്തില് മൃഗത്തിന്റെ രക്തം വെള്ളത്തിലൂടെ ഈസോപ്പ് കൊണ്ട് പുസ്തകത്തിന്മേലും ജനത്തിന്മേലും തെളിച്ചുകൊണ്ട് മോശ പറഞ്ഞു, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തൊരു ഉടമ്പടി. ആ ഒരു ഉടമ്പടിയിൽ നിലനിന്നില്ല, ദൈവം അതുകൊണ്ട് തന്നെ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് പുതിയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമല്ല, സുവിശേഷത്തിൽ കൂടെ ക്രിസ്തുവിനെ മനസ്സിലാക്കി ഞാൻ എന്ന വ്യക്തി എന്താണ്, എൻ്റെ മേലുള്ള ഡിവൈൻ ഗവൺമെന്റിന്റെ ശിക്ഷ എന്താണ്, എന്താണ് പാപം, പാപത്തിന്റെ ശിക്ഷ കോൺസിക്വൻസസ് എന്താണ്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി വരുമ്പോൾ ദൈവവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ അവന്റെ അഭിഷക്തരായി പ്രസംഗിക്കപ്പെടുമ്പോൾ അതിനെ വിധിക്കാതെ യെസ്, നിങ്ങൾ വെറുതെ യെസ് പറയണ്ട, വെറുതെ യെസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൺവിക്റ്റ് ചെയ്യണം. എൻ്റെ പ്രസംഗത്തെ കൺവിക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ സോളിൽ മനസ്സിലാകണം, ഐ ആം ഡെഡ് ബിക്കോസ് ഓഫ് സിൻ, മൈ ഓൺ സിൻ. ഈ മരിച്ച അവസ്ഥ മനസ്സിലാക്കാത്തോടത്തോളം ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും, പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങൾ, രക്ഷ പ്രാപിക്കുകയില്ല. കാരണം ഞങ്ങൾക്കിതറിയാം. യെസ്, ഇതുകൊണ്ടാണ് ഇന്നത്തെ തലമുറകളെല്ലാം ദൈവമില്ലെന്ന് പോലും ചിന്തിക്കാൻ പോകുന്നത്. കാരണം അവർക്ക് കൺവിക്ഷൻ ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് കൺവിക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ യെസ് വി നോ ദാറ്റ് ഇതുകൊണ്ടായില്ല. സ്തോത്രം. അതാണ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പൊ പുനരുത്ഥാനവും ജീവനുമായവനെ മനസ്സിലാക്കണം. ആ റിലേഷനിലേക്ക് വരണമെങ്കിൽ ഞാൻ മരിച്ചിരിക്കുന്നു എന്ന അവസ്ഥ എനിക്ക് കൺവിക്റ്റ് ആകണം. അല്ലാത്തോടത്തോളം ഞാൻ ജീവന് വേണ്ടി ആഗ്രഹിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ പുതിയ നിയമം പഴയ നിയമത്തിലുള്ള ഡിഫറൻസ് അല്പമായിട്ടൊന്ന് പറഞ്ഞോളൂ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷനാണ്. ആ റിലേഷനെ ഉടമ്പടി ചെയ്തിരിക്കുന്ന രക്തം, സീൽ ചെയ്തിരിക്കുന്ന രക്തം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ പാപമോചനത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറുമായി ചിന്തിയ പ്രായശ്ചിത്ത രക്തമാണ്. ആ ഉടമ്പടിയിൽ നിന്ന് ഞാൻ ക്രിസ്തുവുമായിട്ട് ഉടമ്പടി പറയുന്നത്, ഞാൻ ഇനി ക്രിസ്തുവിനെ അനുസരിച്ച് നടന്നുകൊള്ളാം. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ ഞാൻ സ്വീകരിക്കുന്നു. കാരണം എൻ്റെ മേൽ പാപം കർത്തൃത്വം നടത്തിയാണ്. ഞാൻ പാപത്തിന്റെ ദാസനാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ശിക്ഷയ്ക്ക് മോചനമില്ല. ഒരേ ഒരു വഴിയുള്ള ഐ ജസ്റ്റ് ബിലീവ് വാട്ട് ക്രൈസ്റ്റ് ഡിഡ് ഓൺ ദ ക്രോസ്. അതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. ഇനി എനിക്ക് തുടർന്ന് ജീവിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിൽ വരാൻ തയ്യാറാണ്.
കാരണം എന്നിൽ പഴയ നേച്ചർ, ആദാമിക് നേച്ചർ ഉണ്ട്. ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അംഗീകരിക്കാത്തതുമായ ഫ്ലഷ് അല്ലെങ്കിൽ ജഡം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെയുള്ള മനുഷ്യ സ്വഭാവം എന്നിലുണ്ട്. ഇത് ആദാമിക് നേച്ചറാണ്. വീണ്ടും ലോകത്തിലേക്ക് പോകാൻ, വീണ്ടും എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ, ക്രിസ്തുവിനെ കൂടാതെ വാഴുവാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഡിവൈൻ ലോയെ എനിക്ക് അനുസരിക്കാൻ സാധ്യമല്ല. ഞാൻ ഡിവൈൻ ലോയെ അനുസരിക്കാൻ നോക്കുമ്പോഴേക്കും എന്റെ സെൽഫിന്റെ ഡിസയർ ആണ് പൊങ്ങി വരുന്നത്. റോമാലേഖനം 7 പഠിച്ചവരാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ, ഡിവൈൻ ഗവൺമെന്റിൽ ഇപ്പോഴും ഇനി വരുവാനുള്ള യുഗത്തിലും, ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന സമയത്തും ഈ ഭൂമി ശരീരത്തിലിരിക്കുമ്പോഴും ഡിവൈൻ ലോ പൂർണ്ണമായും അനുസരിക്കാത്ത ഒരു വ്യക്തി സ്വർഗത്തിൽ അല്ല. ഞാൻ വളരെ പച്ചയായിട്ട് നല്ല മലയാള ഭാഷയിലാണ് പറയുന്നത്. ആര് തന്നെയായിരുന്നാലും, if you are not obedient to the law of God, റോമലേഖനം 1:5 സ്തോത്രം. അതുപോലെ തന്നെ 16 അവസാന വാക്യം, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വം പ്രാപിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഡിവൈൻ ലോക്ക് അനുസരണക്കേട് കാണിക്കുന്ന യാതൊരു വ്യക്തി തന്നെ എത്ര ആരാധിച്ചാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും, എന്തെല്ലാം പറഞ്ഞാലും, യു ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിലല്ല. ഇപ്പോഴല്ലാത്തവർ ഇനി വരുവാൻ ഉയർത്തെന്നിട്ടും വരാൻ പോകുന്നില്ല. സോ അവനുമായിട്ട് അനുസരണത്തിൽ തികവരാണ് അവനൊരു ഓഫർ തരുന്നത്. കുഞ്ഞെ, നിനക്ക് നിന്റെ സെൽഫ് ഉള്ളിടത്തോളം നിനക്ക് അനുസരിക്കുവാൻ സാധ്യമല്ല. ഡിവൈൻ ലോ നിന്റെ മേൽ നിത്യമായ മരണശിക്ഷ തുടർച്ചയായി വിധിച്ചുകൊണ്ടിരിക്കുന്നു. ഇഫ് യു ക്യാൻ ഡു ഓക്കെ, യു വെൽ, യു ക്യാൻ, യു ട്രൈ, ബട്ട് യു വിൽ ഫെയിൽ. ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തു ഒരു ഓഫർ തരികയാണ്. യു റിസീവ് മീ ടു ലിവ് ഇൻ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൽ വസിക്കത്തക്കണം എന്നെ സ്വീകരിക്കൂ. ഞാൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്ത് ഭാഗത്ത് ഒരേ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിന്നെയും ഉള്ളവനായി പടുത്തെടുത്ത് അതേ സിംഹാസനത്തിൽ ഇരുത്തുവാൻ സഹായിക്കാം. ഇഫ് യു വില്ലിംഗ്ലി റിസീവ് മീ ആൻഡ് ഒബീഡിയന്റ് ടു മീ. ഇതാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടി. ഇത് പറഞ്ഞാണ് നമ്മൾ രക്ഷയെടുക്കുന്നതും അത് നമ്മൾ സ്നാനത്തിൽ കൂടെ സിഗ്നിഫൈ ചെയ്യുന്നതും. ഇതെല്ലാം മിത്തല്ല, റിയാലിറ്റി. ഇത് മനസ്സിലാകാതെ ഞാൻ റെഡിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാ, ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചവനാ, മാമോദിസം മുങ്ങിയതാ, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകും നിശ്ചയമാ. ദൈവം സ്നേഹം തന്നെ. നോ, God cannot save you if you are not obedient to the law of God. വളരെ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കുക. ദൈവത്തിന് നമ്മിൽ വസിക്കണമെങ്കിൽ, ക്രിസ്തുവിന് നമ്മിൽ വസിക്കണമെങ്കിൽ, മോശ നമുക്കൊരു നേരിടായിട്ട് പറഞ്ഞല്ലോ. 1 Corinthians chapter 1 chapter 10 1 to 10 വരെ 15 വരെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരെ പോലെ ചോരത്തള്ളി ആചരിച്ച ജനം, പെസഹ തിന്ന ജനം, ചെങ്കടൽ കടന്ന ജനം ഇവിടെ വന്നപ്പോഴേക്കും വഴിതെറ്റി. അഹ്റോൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മോശ കൽപ്പനകളാകാത്തക്കോണം പർവ്വതത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ അവർക്കെന്താ വലിയ ഉത്സവത്തിന്റെ ശബ്ദം. ഞങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല. ഞങ്ങൾക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ വഴി നടത്തേണ്ട ഒരു കാളക്കുട്ടി ഉണ്ടാക്കി തരണം, ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം, തിരിച്ചു പോകാൻ ഒരു വേറെ ദൈവത്തെ. അഹ്റോൻ വഴിപ്പെട്ടു. അന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, ആ ദിവസം രാവിലെയും മന്ന കൊടുത്തു ദൈവം. സ്തോത്രം, മറക്കരുത്. ദൈവം നേരത്തെ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പർവ്വതത്തിന് കീഴെ നടക്കുന്നതെന്ന്. ജനം അഹ്റോനെ പ്രഷർ ചെയ്തതും അഹ്റോൻ വഴങ്ങിക്കൊടുക്കുന്നതും കുടുക്കുകൾ ഊരിക്കൊണ്ടുവരുന്നതും ചൂളയിലിട്ട് ഉരുക്കി ഷേപ്പ് വരുത്തി ഉളികൊണ്ട് കൊത്തിമിനുക്കി ഷേപ്പ് വരുത്തി നാളെ നമുക്ക് വലിയ സഭായോഗം അഹ്റോൻ പ്രഖ്യാപിക്കുന്നതും ജനത്തെ വഷളാക്കി കളഞ്ഞ അന്ന് പോലും രാവിലെ മന്ന തിന്നിട്ടാണ് ഇത് ചെയ്തത്. ദൈവത്തിന്റെ ഫ്രീ പ്രൊവിഷനായിരിക്കുന്ന ആരോഗ്യം, സമ്പത്ത്, ഇതൊക്കെ കിട്ടിയാൽ തന്നെയും നീ കാളക്കൂട്ടി ഉണ്ടാക്കിയിട്ട് 3000 പേരന്ന് ചത്തത്.
ദൈവത്തിൻ്റെ ഫ്രീ പ്രൊവിഷൻസ് ഇരിക്കുമ്പോൾ വേണ്ട ചിന്തിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. ഡോണ്ട് തിങ്ക് ദാറ്റ്. ഡോണ്ട് തിങ്ക്. ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ വാർണിങ്സ് ഉണ്ട്, ആശ്വാസത്തിൻ്റെ വാക്കുകളുണ്ട്. 2 തിമോത്തി 3:16 ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. എല്ലാ തിരുവഴുത്തുകളും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തികളിലും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലുള്ള അഭ്യസനത്തിന് പ്രയോജനമുള്ളതാകുന്നു. എപ്പോഴും ശാസനയില്ല, ആശ്വാസത്തിൻ്റെ വാക്കുകളുണ്ട്. പക്ഷെ ശാസിക്കേണ്ട സമയത്ത് തലോടി കഴിഞ്ഞതുണ്ട്. കുഴപ്പമൊന്നുമില്ല പാസ്റ്റർ, നല്ല പാസ്റ്റർ തലോടി തരുന്നുണ്ട്. നോ, ഞാൻ മറ്റൊരു അഹരോനാകാൻ ആഗ്രഹിക്കുന്നില്ല. ചെത്തേണ്ടത് ചെത്തി മിനുക്കും, വേദനയുണ്ടാകും. ബട്ട് വൺ ഡേ യു വിൽ റിയലൈസ് ദാറ്റ് ആ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങും. ഞാൻ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ ആയിരിക്കുമായിരുന്നു. അവിടെ കിടക്കുന്നവരെ, നരകത്തിൽ കിടക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരും. അപ്പോൾ പഴയ നിയമത്തിൽ പുതിയ ചെറിയൊരു ഒരു തെറ്റിദ്ധാരണ അനേകരുടെ ഹൃദയത്തിലുണ്ട്. പുതിയ നിയമം എന്താണ് ശരിയാ, മത്തായി തുടങ്ങി വെളിപ്പാട് വരെയുള്ള പുസ്തകം പുതിയ നിയമം. നോ, യു പേഴ്സണലി obliged to obey Christ. പഴയ നിയമത്തോട് വായിച്ചു, അവർ ചെങ്കടലിൽ കടന്നു, മേഘത്തിലും സമുദ്രത്തിൽ കൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. That means they themselves submitted to Moses as an obedient nation. മോശ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. പറ്റിയോ? അന്ന് പ്രായശ്ചിത്തം ലിറ്ററൽ നടന്നിട്ടില്ലായിരുന്നു. എങ്കിലും ദൈവം നമുക്ക് മനസ്സിലാകത്തക്ക വേണം യോശുവയും കാലേബിനെയും യോർദാൻ കടത്തി വാഗ്ദത്ത ദേശത്ത് എത്തിച്ചു. ബാക്കി എല്ലാം പെട്ടുപോയി. മോശ പെട്ടുപോയി, അഹരോൻ പെട്ടുപോയി. എന്നിട്ട് ചില വിദ്വാന്മാരിന്ന് പഠിപ്പിക്കുന്നുണ്ട്, മോശ സ്വർഗത്തിലെത്തിയില്ലയോ, ഒരു തെറ്റൊക്കെ ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന വിദ്വാന്മാരുണ്ട്, ഡോക്ടറേറ്റ് ഉള്ള വിദ്വാന്മാരുണ്ട്. കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് വിശദീകരണം തരാം ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്ന വ്യക്തി പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന് ദൈവനീതിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തി ഇനി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഡിവൈൻ ലോയ്ക്ക് പൂർണ്ണ അനുസരണം വരുത്തി നിങ്ങളെ പണിതെടുക്കത്തക്ക വേണം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായി ചെയ്ത ഉടമ്പടിയാണ് പുതിയ നിയമം. വ്യക്തിപരമായ ഉടമ്പടിയാണ്. അതിനെ സീൽ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന യേശുവിന്റെ രക്തമാണ്. ഈ ഉടമ്പടിയിലാണ് ശുശ്രൂഷന്മാർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ശാസനയുണ്ടാവും, ഗുണീകരണമുണ്ടാവും, തർജ്ജനമുണ്ടാവും, ചിലപ്പോൾ പണിഷ്മെൻ്റ് ഉണ്ടാവും, ആശ്വാസമുണ്ടാവും. വല്ല വിധേയരെ നിങ്ങൾ പണിതെടുത്ത് ഇപ്പോഴും ഏത് സമയത്തും കർത്താവ് വന്ന് അവൻ്റെ മുമ്പിൽ നിർത്തുവാൻ യോഗ്യരായി തീർക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്തുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കാൻ കാരണമെന്ന്. അപ്പോൾ പഴയ നിയമത്തിന് ദൈവം പറയാണ്, മോശയുടെ 25-ാം അധ്യായത്തിൽ പറയാണ്, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയാൻ നല്ല മനസ്സോടെ തരുന്ന ഏവനോടും എനിക്ക് നിങ്ങൾ വഴിപാട് വാങ്ങണം. അതിക്ക് മുമ്പ് ഒരു വാക്യം വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിച്ച വാക്യം വേഴ്സ് 8 and 9. അതായത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം, എല്ലാ പോലെ ഒരു മന്ദിരം ഉണ്ടാക്കിയത്, വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അത് വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഡിമാൻഡാണ്. തിരുനിവാസവും അതിലെ ഉപകരണങ്ങളൊക്കെയും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ദൈവത്തിന് വസിക്കണമെങ്കിൽ അവനൊരു പ്ലാൻ ഉണ്ട്. മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് ആ പ്ലാൻ കാണിച്ചു കൊടുത്തു. അബ്രാഹത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക, അതേ മാതൃക പോലെ ഉണ്ടാക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അതിൽ നിന്ന് മാതൃക പ്രകാരം ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്നും മാതൃക തെറ്റിച്ചവർക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ വളരെ വ്യക്തമായ പല പുസ്തകങ്ങളിലും, പുറപ്പാട് പുസ്തകം, സംഖ്യാ പുസ്തകമൊക്കെ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ പഴയ നിയമത്തിൽ നമുക്ക് നിഴലായിരിക്കുന്ന നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമ ആലയത്തിൽ ഇസ്രായേൽ ജനത്തോടു കൂടെ വസിപ്പാൻ ആഗ്രഹിച്ച് ദൈവം പറഞ്ഞ ആലയത്തിന് ഒരു മോഡല് നമുക്ക് നിഴലായി നിൽക്കുകയാണ്. ഇതിനു വേണ്ടിയാ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ. സ്തോത്രം.
യോഹന്നാന്റെ സുവിശേഷം 10:21 പറഞ്ഞാൽ എൻ്റെ വചനം ലഭിച്ച് എൻ്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും എൻ്റെ പിതാവും അവരുടെ അടുക്കൽ വന്ന് അവരോടുകൂടെ വാസം ചെയ്യും. യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം ലേഖനം 1 John chapter 1 verse 5 തുടങ്ങി വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളൊരു സമൂഹത്തിലോ ഒരു പ്രത്യേക മൈൻഡിങ്ങിൽ കൊണ്ടുവരാനല്ല, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തന്ന്, എന്താണ് പാപം എന്ന് മനസ്സിലാക്കി തന്ന്, അതിന്റെ കോൺസിക്വൻസസ് എന്താക്കെന്ന് മനസ്സിലാക്കി തന്ന്, സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കി തന്ന്, അതിന്റെ മാനിഫെസ്റ്റേഷൻസും അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കി തന്ന്, അതിനെ ഓവർകം ചെയ്യാനുള്ള ക്രിസ്തുവിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി തന്ന്, അതെല്ലാം ജീവിതത്തെ കൂടെ അനുഭവിച്ച് അതിന്റെ രണ്ട് സൈഡും എന്താണെന്ന് മനസ്സിലാക്കി തന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത്, കുഞ്ഞെ, നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നിന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ അറിഞ്ഞോ അറിയാതെ ചെയ്തൊരു ഉടമ്പടി ഉണ്ട്. ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവരുമായി പൂർണ്ണ അനുസരണത്തിൽ വരാമെന്ന് നീ ഒരു ഉടമ്പടി ചെയ്ത് നീ അത് വെള്ളത്തെ സിഗ്നിഫൈ ചെയ്തതാണ്, സാക്ഷീകരിച്ചതാണ്. അതാണ് ഞാൻ നിന്നോട് വിശദീകരിക്കുന്നത് എന്ന് പറയാണ്. സ്തോത്രം. അപ്പോൾ ഇത് വലിയ വർഷങ്ങളെടുത്ത തീരാത്തൊരു ക്ലാസ്സാണ്, ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈ ആലയം പണിയണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരിൽ നിന്ന് തന്നെ ഈ ആലയം പണിയാനുള്ള സാധനങ്ങൾ വേണം. ഇവര് മരുഭൂമിയില്ല, അപ്പൊ അവിടെയെങ്കിലും ഈ സാധനങ്ങൾ കിട്ടില്ല. അപ്പോൾ ഇവര് ഈ ദൈവത്തിന് വസിക്കേണ്ടത് ആലയം പണിയത്തക്കവണ്ണം, അതായത് ജീവനുള്ള ദൈവം അവരോട് മുഖാമുഖമായി സംസാരിക്കുന്ന കാര്യമാണ് ഈ തിരുനിവാസം, അല്ലെങ്കിൽ ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ് എന്ന് പറയും. ഈ മധ്യഭാഗത്ത് കാണുന്ന കാര്യമാണ് ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ജീവനുള്ള ദൈവം പാപിയായ മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവനോട് മുഖാമുഖമായിട്ട് സംസാരിക്കുന്ന ഇടം. പക്ഷെ അതിനിടയ്ക്ക് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്, ഒരു താമര യാഗപീഠവും ഒരു താമര തൊട്ടിയും. ഇവിടെ ഒരു വാതിലുണ്ട്. ഇത് ക്രിസ്തുവിനെ ഞാൻ വാതിലാകുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഈ വാതിൽ തുറന്ന് ആദ്യം കാണുന്നത് താമ്ര തൊട്ടിയാ, ക്രൂശിനെ കാണിക്കുന്നതാണ്. മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായിട്ട് ആ കുഞ്ഞാട് അവിടെ കാൽവരിയുടെ ക്രൂശിൽ ദഹിക്കപ്പെട്ടു. ദൈവ ക്രോധാജ്ഞയാല് ദഹിച്ചു. മരണപാശങ്ങൾ അവനെ പിടിച്ചു, അഗാധ പ്രവാഹങ്ങളെ ഗ്രഹിപ്പിച്ചു. അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാ പാതാളത്തിൽ പോയി നാം കഷ്ടം അനുഭവിക്കേണ്ട സ്ഥാനത്ത് കഷ്ടം അനുഭവിച്ചു. അവിടെ നിന്നാണ് മരണപാശങ്ങൾ അഴിച്ചുകൊണ്ട് ദൈവം അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാണ്, അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും അവൻ തന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുവാൻ, എക്സ്പിയേഷൻ ആകുവാൻ, പകരക്കാരനാകുവാൻ അതുകൊണ്ട് ഞാൻ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഗോവർ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ മനുഷ്യനാണോ, ഈ അറ്റോൺമെന്റ് നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ കൂടെ അല്ലാതെ നിനക്ക് ദൈവത്തോട് നിരക്കുവാൻ സാധ്യമല്ല. ബിക്കോസ് ഓഫ് സിൻ യു ആർ എ സ്ലേവ് ഓഫ് സിൻ. നീ അല്ല പ്രവർത്തിക്കുന്നത്, ഏത് മാനിഫെസ്റ്റേഷൻ ഏത് രീതിയിൽ കാണിച്ചാലും നിന്നിൽ പ്രവർത്തിക്കുന്നത് പാപമാണ്. അതിൻ്റെ ബാഹ്യപ്രകടനങ്ങളാണ് നീ കാണിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ നിന്നിൽ ക്രിസ്തു വസിക്കണമെങ്കിൽ അങ്ങനെ ദൈവം ഒരു ഫ്രീ ഓഫർ തന്നു, നിന്നെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. നിന്റെ മേലുള്ള ശിക്ഷയ്ക്ക് ഇളവിച്ച വേറെ ഒരു മാർഗമില്ല. ഞാൻ തന്നെ എൻ്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ ആദരിക്കാതെ നിന്റെ മേൽ വരേണ്ട പൂർണ്ണ ശിക്ഷ ഞാൻ എൻ്റെ പുത്രന്റെ മേൽ കൊടുത്തു. ഞാൻ നിനക്ക് ഫ്രീ ഓഫർ തരികയാണ്. ഐ ലവ് യു. ഒരു ഫ്രീ ഓഫർ തരികയാണ്. ഇഫ് യു ബിലീവ് ദാറ്റ് ആൻഡ് റിസീവ് ഹിം ഇൻ യുവർ ഹാർട്ട്, യു വിൽ ബി ഫ്രീലി സേവ്ഡ്. യു വിൽ ബി ഫ്രീലി ജസ്റ്റിഫൈഡ്. നിന്റെ പാപം ക്ഷമിച്ച് കിട്ടിയതായിട്ട് അതുപോലെയല്ല, നീ ഒരു കാലത്തും പാപം ചെയ്യാത്തതുപോലെ ഞാൻ കണക്കിടുന്നത്. ഇത് വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഏറ്റെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ക്രിസ്തു ആരൊക്കെ ദോഷം ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇതെല്ലാം പണിയണമെങ്കിൽ അവിടെ പഴയ നിയമത്തിൽ പറയുന്നത് എന്താ? ഈ ആലയം പണിയാൻ, ദൈവം വസിക്കേണ്ട ആലയം പണിയുവാനുള്ള ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവരിൽ നിന്ന് തന്നെ വാങ്ങണം.
അപ്പൊ നമ്മളിലും അതുപോലെ തന്നെ ഇനിയാണ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ക്രിസ്തുവിന് വസിക്കാൻ ആലയം പണമോ? ഇതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ കൊണ്ടുവരണം. എന്നിട്ട് പറയാണ് പഴയ നിയമത്തില്, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവരോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ നിന്റെ ഹൃദയം നീ കൊടുക്കുന്ന നിർബന്ധത്താലല്ല, നിന്റെ പൂർവികന്മാരുടെ ഗുണം കൊണ്ടല്ല, യാതൊരു നിർബന്ധവുമില്ല. ഇഫ് യു ആർ വില്ലിംഗ്ലി ഗിവ്, അത് പരിശോധിച്ച് നോക്കും. നിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തി താല്പര്യത്തിനോടോ നിന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണോ നീ ഹൃദയം കൊടുക്കുന്നെങ്കിൽ ദൈവനീതി പറയും നോ നോ. ഇതാ റോമലേഖനം 7-ാം അധ്യായം പറയുന്നത്. നോ, നന്മ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഡിവൈൻ ജസ്റ്റിസ് പറയും നോ. നീ നിന്നെ ക്ഷണിച്ചു വന്നിരിക്കുന്നത്, നിന്നെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് സ്വർഗത്തെ പോവാനാ, നിന്റെ പാപത്തെ ഉപേക്ഷിക്കുവാനല്ല. റിനൗൺസ് യുവർ സിൻ, വെളിപ്പെടുത്തി തരും. നിന്റെ പാപം എന്താണ്, നിന്റെ സെൽഫ് എന്താണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്, നിന്റെ സെൽഫിന്റെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റേഷൻ എന്താണ്. ഞാൻ നല്ലവൾ, ഞാൻ നല്ലവൻ, ഞാൻ ഒക്കെ ശരി കറക്റ്റാണ് എന്ന് നിനക്ക് തോന്നും. പക്ഷേ അതിന്റെ ഡെപ്ത് എന്താണെന്ന്, അതിന് അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്താണെന്ന് നിനക്ക് കാണിച്ചു തരും. അതിന് ശിക്ഷയും എന്താണ് പറഞ്ഞു തരും. നിന്റെ മെമ്മറി ബുക്കിൽ അത് എഴുതി വെക്കുകയും ചെയ്യും. ക്രിസ്തുവിന് സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടും എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നുള്ളത്. ഇപ്പൊ നല്ല മനസ്സോടെ കൊടുത്താൽ സ്വീകരിപ്പാൻ ദൈവം റെഡിയാണ്. തന്റെ പുത്രനെ ആദരിക്കാതെ വ്യക്തിപരമായി നിന്റെ മേലുള്ള നിന്റെ ശിക്ഷ ഏൽപ്പിച്ചു കൊടുത്ത് ഡിവൈൻ ജസ്റ്റിസിന് പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ വരുത്തി അവന് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാണ്, യെസ് സാറ്റിസ്ഫൈഡ്, ഡൺ. മുസ്ലിമുകൾ അത് അംഗീകരിക്കില്ല. ദൈവം യേശുവിനെ പോലെ വേറൊരു വ്യക്തിയുടെ മേല് കാണിച്ചിട്ട് അവന് ക്രൂശിച്ചു, യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയണേ. ക്രൂശിനെ മനസ്സിലാക്കി കഴിഞ്ഞ പാപക്ഷമ എന്താന്ന് മനസ്സിലാക്കാൻ സാത്താന് നല്ലവണ്ണം അറിയാം. അന്നേ തന്നെ ട്രിപ്പ് ഒഴുക്കി AD 610 കൊണ്ടുവന്ന ഒരു പുതിയ സംഘടനയെ, അടിസ്ഥാനമില്ലാത്ത മുസ്ലിം മതം, ഒരു അടിസ്ഥാനമില്ലാത്ത, മിക്കവാറും ബന്ധുവോസുകാർക്ക് പോലെ മനസ്സിലാക്കില്ല. അവര് പറഞ്ഞിരിക്കുന്ന ദൈവം, ബൈബിള് പറഞ്ഞ ദൈവം അള്ള ഒന്നാണെന്ന്. അല്ലെന്നൊരു മനുഷ്യനാ. പെട്രയിലെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, ചരിത്രം പഠിക്കുകയാണെങ്കിൽ, നമ്മൾ സബ്ജക്റ്റ് അതല്ല, എന്നാൽ ജസ്റ്റ് ചിലരുടെ ഹൃദയത്തിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് BC 741 വരേക്കും ഉണ്ടാക്കിയിരുന്ന എല്ലാ മോസ്കുകളും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പെട്രയിലേക്കാണ്. പിൽക്കാലത്താണ് ഇവിടെ മക്ക മദീനയിലേക്ക് ആക്കിയിരിക്കുന്നത്. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 900 AD 900 വരേക്കും മക്ക എന്നൊരു പ്ലേസ് ഈ ബിസിനസ് റൂട്ടിലില്ല. എല്ലാം മാൻമെയ്ഡാ. അവിടെ ഈ പെട്രയില് നെബാത്തിനീസ് എന്നൊരു ഗോത്രം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവം ആണ് ഈ അള്ള. അള്ളയ്ക്ക് ഒരു ഭാര്യയുണ്ട്, 2 പെൺമക്കളും ഉണ്ട്. ഇംഗ്ലീഷുകാര്, അമേരിക്കൻസ് ഈ അറബിൽ അടിച്ചെന്നിട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് നോക്കുമ്പോൾ അവർ വിളിക്കുന്ന ഒരു ദൈവത്തിന്റെ പേരെന്താ? അള്ള. അപ്പോൾ ആ ട്രാൻസ്ലേഷന് നമ്മുടെ ദൈവത്തിന് യഹോവ എന്നോ അല്ലെങ്കിൽ യാഹ്വേ എന്ന പേരിന് അള്ള എന്നും കിട്ടും. അപ്പൊ അള്ള എന്ന പേരിട്ടപ്പോൾ അതിന്റെ അർത്ഥവും കൂടെ ആ വ്യക്തിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഗോഡ് എന്നുള്ളത്, അറബിക് ട്രാൻസ്ലേഷനിൽ അള്ള. വിചാരിച്ചിരിക്കുന്ന രണ്ടും ഒന്നാണെന്ന്. കത്തോലിക്കൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ 90% വിശ്വസിച്ചിരിക്കുന്ന ഒന്നാണ്. എന്നാൽ കള്ളമാണത്, കള്ളം. പോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അത് വാദിക്കാൻ വരുന്നവരോട് വാദിക്കാം. ഞാൻ ഒത്തിരി വാദിച്ചിട്ടുള്ളത് കൊണ്ടാണ് സ്പിരിറ്റിനോട്. ഓക്കെ, അപ്പൊ നല്ല മനസ്സോടെ കൊടുക്കുന്നവർക്ക് സ്വീകരിക്കാൻ ദൈവം തയ്യാറാണ്. വഴിപാട് വാങ്ങേണ്ടത് എന്താ? ഫസ്റ്റ് ആണ് പൊന്ന്. ഈ പൊന്നിനെ കുറിച്ച് തന്നെ പറയണമെങ്കിൽ കുറച്ചധികം ദിവസം എടുക്കും. പൊന്ന്, പുതിയ നിയമത്തിലെ പൊന്നെന്ന് പറയുന്നത് വിലയേറിയ വിശ്വാസം. എന്തുകൊണ്ടാണ് പൊന്ന് വാങ്ങേണ്ടി വരുന്നത് നമുക്ക് ചിന്തിച്ച് നോക്കാം. അധികം സമയം എടുത്താൽ വേണ്ടില്ലെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് പോരും. അപ്പൊ നിന്നിൽ ആലയം പണിയണമെങ്കിൽ, ദൈവത്തിന്റെ തിരുനിവാസമായി നിന്നെ പണിതെടുക്കണമെങ്കിൽ നിന്നിൽ വിലയേറിയ വിശ്വാസം. 1 പീറ്റർ ചാപ്റ്റർ 11 ഈ പൊന്ന് ഉപയോഗിക്കുന്നത് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. 1 പീറ്റർ ചാപ്റ്റർ, നിങ്ങൾ ബൈബിൾ എടുത്തിരിക്കുന്നവർ എടുത്തോളം വേണമെങ്കിൽ
1 Peter chapter 11 verse 7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. സ്തോത്രം. അപ്പൊ ഇത് കോൺകോർഡൻസ് എടുക്കുകയല്ല, എവിടെയെല്ലാം പൊന്നിടുന്ന് എടുക്കുകയല്ല, ഇത് അനുഭവിച്ചുകൊണ്ടാ പറയണമെങ്കിൽ. നിന്നിൽ ക്രിസ്തു വസിക്കണമെങ്കിൽ ഇത് വിശ്വാസത്താലാണ്. നമ്മുടെ രക്ഷ നടക്കുന്നത് എങ്ങനെയാണ്? കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. എവിടെ നിന്നാ? പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടെ പോകുമ്പോഴും. അപ്പൊ നമ്മുടെ വിശ്വാസം എന്നത് പരിശോധിക്കപ്പെടുന്ന വിശ്വാസമാണ്. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന യശയ്യാപ്രവചനം നമ്മൾ വായിച്ചു. 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഐസയ്യ ചാപ്റ്റർ 28 വേഴ്സ് 16. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല. അപ്പൊ ക്രിസ്തു എന്ന സിയോനിലെ ഉറപ്പുള്ള അടിസ്ഥാനം, മൂലക്കല്ല്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ശോധന ചെയ്ത കല്ല്, ട്രൈഡ് സ്റ്റോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. പരിശോധിക്കപ്പെട്ട കല്ല്. നമ്മുടെ വിശ്വാസം ജെന്യുവൻ ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കും. നീ ക്രിസ്തുവിൽ ആശ്രയിച്ചിരിക്കുന്നത് നിന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആകാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണോ? നോ വേ, നോ വേ. നിന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി നീ ക്രിസ്തു വിശ്വസിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടും. അപ്പോൾ നിന്നിലുള്ളത് വിശ്വാസം ജെന്യുവൻ ആണോ അല്ലയോ എന്ന് നിന്റെ രോഗങ്ങളിൽ കൂടെ പരിശോധിക്കാം, നിന്ദതകളിൽ കൂടെ പരിശോധിക്കാം, ഒറ്റപ്പെടുത്തലിൽ കൂടെ പരിശോധിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ പരിശോധിക്കാം, പട്ടിണി കൂടെ പരിശോധിക്കാം. ഈ സമയത്ത് നീ ആരിൽ ആശ്രയിക്കുന്നു? ഇതിനനുസരിച്ചിരിക്കും നിന്റെ തിരഞ്ഞെടുപ്പ്. ഐസയ്യാ ചാപ്റ്റർ 48 നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. കഷ്ടതയുടെ തീച്ചൂളിലാവുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. അപ്പൊ കഷ്ടത നിന്നെ തള്ളിക്കളയാനല്ല ഒരുക്കുന്നത്. നിന്റെ വിശ്വാസം ജെന്യുവൻ ആണോ അല്ലയോ എന്ന് ദൈവത്തിനറിയാം, പക്ഷെ നിനക്കറിയില്ല. അപ്പോൾ നിനക്കറിയാൻ വേണ്ടി നിന്റെ വിശ്വാസം ജെന്യുവൻ ആണോ ഒറിജിനൽ ആണോ പരിശോധിക്കപ്പെട്ടതേ അംഗീകരിക്കുകയുള്ളൂ. ക്രിസ്തു എന്ന മൂലക്കല്ലുമേ പണിയേണ്ട ഓരോ കല്ലുകളും ഇതുപോലെ പരിശോധിക്കപ്പെടുമ്പോൾ ഞങ്ങളായിരിക്കുന്ന സുവിശേഷന്മാരുടെ കയ്യിൽ സൂത്രം തന്നിട്ടുണ്ട്. തൂക്കുകട്ട, പ്ലംബ്, ഈ ക്രിസ്തുവിനോട് വെച്ച് നോക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടി. ആലയപ്പണത് യോശുവയുടെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കൊണ്ട് യഹോവ സന്തോഷിച്ചു. ഇതേപോലൊരു പണി ഏൽപ്പിച്ചിട്ട് വെറുതെ തെക്ക് വടക്ക് നടന്ന ആമോസിന് പറഞ്ഞ പോലെ ഞാൻ അത്തിപ്പഴം മറക്കുന്നവരായിരുന്നു, ദൈവം എന്നെ വിളിച്ചു. ഇതുപോലെ ഞങ്ങൾ ഈ തെക്ക് വടക്ക് നടന്നവരൊക്കെ തന്നെയാ. ദൈവം ചൂണ്ടിയിട്ട് പിടിച്ചു, ഇവനെ കൊള്ളാമല്ലോ, ഇവനെ പഠിപ്പിക്കാൻ നല്ലവനാ, പിടിക്കേ. പാപത്തെ വെളിപ്പെടുത്തി. അയ്യോ എൻ്റെ കർത്താവേ, എത്ര നാള് മനസ്സിലായില്ല, അയ്യോ ഞാൻ പാപി എന്ന് പറഞ്ഞുകൊണ്ട് നെടുമ്പാട് ക്രൂശിന് നീളി വീണിട്ടാണ് പാപം എന്താണെന്ന്, അതിന് ശിക്ഷ എന്താണെന്ന്, ക്രിസ്തുവിലുള്ള രക്ഷ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതാ നിങ്ങളോട് പറയുന്നുള്ളൂ. അതിനെ പല പ്രാവശ്യം തീയിൽ കൂടെ പരിശോധിച്ചു നോക്കി. നിന്ദകളാൽ, പരിശോധന, ഒറ്റപ്പെടുത്തലാൽ, പല വിധത്തിലും. അപ്പം തിന്നവർ തന്നെ 100 കണക്കിന് പ്രാവശ്യം കുതിക്കാൽ ഉയർത്തിയപ്പോൾ കർത്താവേ നീ മാത്രം രക്ഷ, ഏത് കഷ്ടതയിലും മാറാത്തവൻ നീയുണ്ട്, നിന്റെ വിശ്വസ്തത എനിക്ക് പരിചയം അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. ഏത് പരിശോധന നീ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുമോ ഇല്ലയോ? ഇതാണ് പൊന്ന്. ഈ പൊന്ന് നിന്നിൽ ഉണ്ടെങ്കിൽ ഈ പൊന്നിനെ എടുത്തുകൊണ്ട് പൊന്നുകൊണ്ട് ചെയ്യാൻ പോകുന്നത് അറിയാമോ? സ്തോത്രം. ദൈവത്തിന്റെ ആലയത്തില് അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലമായിരിക്കുന്നതാണ് ഈ കാണുന്ന ഏരിയ. ഇതിന് വിശുദ്ധ സ്ഥലം എന്ന് പറയും. ഇപ്പൊ നമ്മൾ മുന്നത്തെ സ്ക്രീനിൽ കണ്ടിരുന്ന ഇതാണ് ടെന്റ് ഓഫ് മീറ്റിംഗ് പ്ലേസ്, സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വെള്ളി ചുവടുകൾ നമ്മൾ അടുത്ത് പഠിക്കും. അടുത്ത് വാങ്ങേണ്ട റോ മെറ്റീരിയൽ ആണ് വെള്ളി. ഈ വെള്ളി ചുവടില് കതിരമരം, പൊന്നുകൊണ്ട് പൊതിഞ്ഞ കതിരമരം. ഇതിന് പൊതിയാൻ വേണ്ടിയിട്ടായി പൊന്ന് വേണ്ടത്. മരുഭൂമിയിലെ ഇവിടെ അക്കേഷ്യ, കതിരമരം എന്ന് പറഞ്ഞ അക്കേഷ്യ. ഇവിടെ നമുക്ക് അക്കേഷ്യയുടെ വുഡ് കട്ട്ലി ജനലൊക്കെ കിട്ടുന്നുണ്ട്, ഇന്തോനേഷ്യ നിന്ന് വരുന്നുണ്ട്. മരുഭൂമിയിലെ അക്കേഷ്യ എന്ന് പറയുന്നത്, അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചോന്നറിയില്ല, ഇല്ല, മുള്ളുമുള്ളതൊക്കെയാണ്. ഒരു പക്ഷിക്ക് പോലും വന്നിരിക്കാൻ പറ്റാത്തതാ.
അത്ര ഉയരത്തൊന്നും പോവില്ല. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പൊന്ന് കാണിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അകത്തിരിക്കുന്ന ഗതിരമരം അല്ല കാണുന്നത്. ഈ വിളക്ക് കത്തുമ്പോൾ, മനോര കത്തുമ്പോൾ ഇതങ്ങ് തിളങ്ങണം. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ നമ്മളിൽ കൂടെ ക്രിസ്തു വെളിപ്പെടണം. നമ്മുടെ സെൽഫ് അല്ല വെളിപ്പെടേണ്ടത്. ഇവിടെ ഇതിന്റെ സെക്ഷൻ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഈ പൊന്ന് കൊണ്ട് ഈ നിവരെ നിൽക്കുന്ന പലകകളെ പൊതിഞ്ഞിട്ട് 5 അന്താഴം എന്ന് പറഞ്ഞ ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് നിർത്താൻ, അതായത് ഇതിന്റെ ഫുട്ടിങ് ഈ വെള്ളിച്ചുവടിലും 5 അന്താഴങ്ങൾ വെച്ചിട്ട് ലോക്ക് ചെയ്യാണ്. ഇതിനകത്തുനിന്ന് ഒന്നിനെ പറിച്ചെടുക്കാൻ സാധ്യമല്ല. എത്ര ശ്രമിച്ചാൽ ഇതിന് വെള്ളിച്ചുവടി ഊരിയെടുത്ത് ഈ 5 അന്താഴകളിൽ നിന്നും മാറ്റിയെടുത്താൽ മാത്രമേ ഇതിനൊന്നിത് പറിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചവർക്ക് ആർക്കും സാധ്യമല്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരും വലിയവൻ. അനേകർക്ക് വീണു പോകുമോ. നിന്റെ കയ്യിൽ പൊന്നാണോ, വിലയേറിയ വിശ്വാസമാണ് നിന്റെ കയ്യിലുള്ളത്. അത് ക്രിസ്തുവിനെ പ്രതിനിധിക്കും. നീയല്ല, ക്രിസ്തു തന്നെയാണത്. കാരണം നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് നിന്നിലല്ല, നിന്റെ ജ്ഞാനത്തിലല്ല, നിന്റെ കട്ടതയില് നീ പാപമോചനത്തിന് വേണ്ടി ഏക ആശ്രയമായിരിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചതുപോലെ നിന്റെ ഓരോ പരിശോധനകളിലും ഉയർത്തെഴുന്നേറ്റ് നീ ആരുമായിട്ട് കോൺട്രാക്ട് ചെയ്ത് പുതിയ നിയമത്തിന്റെ നിയമം സ്ഥാപിച്ച് അവന്റെ ബ്ലഡ് കൊണ്ട് സീൽ ചെയ്തുവോ, ആ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്നുവെങ്കിൽ നീ പൊന്നാണ്, അല്ലെങ്കിൽ പൊന്നല്ല. പച്ച മലയാളം ഞാൻ പറയുന്നത്, ഹീബ്രു ഇല്ല, ഈ ഗ്രീക്ക് ഒന്നുമില്ല. ഇതിന് 5 വിധ അധ്യായങ്ങൾ പറഞ്ഞ 5 വിധ ഉപദേശങ്ങള്, ശുശ്രൂഷകള്, അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അതിലൊരു കാര്യമാണ് ഈ ഉപദേശം പറഞ്ഞു തരുന്നത്. ഇതിനാ നിങ്ങളെ ലോക്ക് ചെയ്താണ്. വെള്ളിച്ചൂട് നമ്മൾ എന്താ പഠിക്കും. അപ്പൊ നിന്റെ വിശ്വാസത്തെ പരിശോധിക്കും. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വേദന വേണ്ട. ശുശ്രൂഷകന്മാരായി ഞങ്ങൾ വേദന കൂട്ടാൻ പ്രാർത്ഥിക്കും. കാരണം നിന്നുള്ള കിട്ടങ്ങ് പുറത്തേക്ക് വരണം. നിന്നുള്ള കിട്ടം പുറത്തേക്ക് വരണം. ആരെങ്കിലും നിന്ദിക്കുമ്പോ അവൾ വാളെടുത്തേക്ക് ഞാൻ വെട്ടുകത്തിയെടുക്കും. അത് നിന്റെ സെൽഫാ. അവിടെ ക്രിസ്തു വെളിപ്പെടണം. എങ്ങനെ? സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, രോഗം വന്നാൽ, കർത്താവേ സ്തോത്രം, ഞാനെന്ന് ഞാൻ മരിച്ചതാ, ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര. നമ്മൾ പാടിയില്ലേ, കാൽവരിനാഥൻ എന്ന അഭയം, മൃത്യുവെന്നവൻ എന്നിൽ വസിക്കുന്നത് കൊണ്ട് മൃത്യുവെ നിനക്ക് എന്നെ ജയമില്ല. നിന്റെ ജയം എവിടെയാ? പാതാളമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ ജയം എവിടെ? എന്ന് വെല്ലുവിളിക്കാൻ പാടിങ്ങനെ അറിയാം. മരണത്തെ ജയിച്ചവനായി ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട് അവൻ വെല്ലുവിളിക്കണം, നമ്മളെ ഉപയോഗിച്ചുകൊണ്ട്. ഇങ്ങനെ ക്രിസ്തുമായിട്ടുള്ള ഓരോ ബന്ധത്തിലും നമ്മൾ അടുപ്പിക്കുകയാണ് നമുക്ക് പരിശോധന തരുന്നത്. നീ ക്രിസ്തുവിൽ ആശ്രയിക്കുമോ, മറ്റെന്തെങ്കിലും ആശ്രയിക്കുമോ? അപ്പൊ നീ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്നെങ്കിൽ നീ തിളങ്ങും. ശൈത്താനി കിങ്ഡത്തിന് അറിയാം ഇവൻ അരശേക്കൽ വെള്ളി പഠിക്കാൻ പോവാണ്. ഇവൻ പൊന്ന്, ക്രിസ്തു വന്ന് പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടവനാ, അടുക്കണ്ട. ഇവന്റെ നാവിൽ ന്യായവിധിയുണ്ട്. ഇവൻ വിലക്ക് വാങ്ങപ്പെട്ടവനാ. നമ്മെ ശിക്ഷയ്ക്ക് വിധിച്ചവൻ തന്നെയാണ് ഇവന് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. ഇനി പൊന്ന് വാങ്ങേണ്ട അവസ്ഥ, അതിന് വില കൊടുക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ട് വന്നെന്നൊന്ന് അങ്ങോട്ട് ചിന്തിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. സ്തോത്രം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നത്. ഞാൻ ധനവാൻ അതായത് പെർഗമോസ് സഭയുടെ ദൂത് പറയുകയാണ്. ബൈബിളിൽ തന്നെ എടുത്ത് വായിക്കാം. ചാപ്റ്റർ 3 എടുത്തോളൂ. ബൈബിൾ എടുത്തിരിക്കുന്നവര് ചാപ്റ്റർ 3 എടുത്തോളൂ. റെവലേഷൻ ചാപ്റ്റർ 3 അതിന്റെ 14 തുടങ്ങിയാണ് പെർഗമോസിനുള്ള ദൂത്. ചാപ്റ്റർ 3 വേഴ്സ് 14 ഓൺവേഴ്സ്. ലവോദിക്ക സഭയുടെ ദൂതിന് എഴുതുക. അപ്പൊ ഈ ലവോദിക്ക സഭ എന്ന് പറയുന്നത് അന്ന് ഫിസിക്കലായിട്ട് സഭയുണ്ടായിരുന്നു. സഭയെ കാലഘട്ടങ്ങളായിട്ട് പഠിക്കുന്ന ഒരു പഠനമുണ്ട്. എഫേസ്യ സഭ, ആദ്യത്തെ സഭ, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭ. അത് കഴിഞ്ഞ് സഭ ഉപദ്രവങ്ങളിൽ കൂടെ കടന്നുപോയി. അതാണ് സ്മർമ്മ സഭ. അത് കഴിഞ്ഞ് വരുന്നത് പെർഗോമസ്. അവിടെയാണ് കാത്തലിസത്തിന്റെ സകലവിധ മ്ലേച്ഛതകളും കടന്നു വന്നത്. അങ്ങനെ ഓരോരോ ദിവസയുടെ അവസാനത്തെ സഭയാണ് ഈ ലവോദിക്ക സഭ എന്ന് പറയുന്നത്.
ലവോദിക്ക സഭയുടെ സ്വഭാവം എന്താണെന്നാണ് പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ക്രിസ്തുവിന്, അതായത് 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവനായി എന്ന് പറഞ്ഞാൽ 7 സഭകളുടെ കാലഘട്ടത്തിലും സഭയിൽ കൂടെ വ്യാപരിക്കുന്നവൻ, ആ 7 നക്ഷത്രങ്ങളെ വലം കൈക്ക് പിടിച്ചവനായി എന്ന് പറഞ്ഞാൽ സഭാ ശുശ്രൂഷകന്മാരെ തന്റെ കയ്യിൽ കരുതിയിരിക്കുന്നവനായി, പിടിച്ചിരിക്കുന്നവനായി. അപ്പൊ ലവോദിക്ക സഭയുടെ കാലഘട്ടത്തിൽ ക്രിസ്തു പറയുന്നത് എന്താണ്? വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്തത്. നമുക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ മിക്കവരുടെ കയ്യിലുണ്ടാവും. ഇല്ലാത്തവർക്ക് ഇതിന് താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. PDF ഫയൽ വഴി ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അല്ല, ഫിസിക്കൽ ബുക്ക് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബുക്കിൽ ഒന്ന് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയാൽ മതി, ആവശ്യമുണ്ടെന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ടെലിഫോൺ നമ്പർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ബുക്കുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനും ഉഷ്ണവാനും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. ഇതിന്റെ അർത്ഥങ്ങൾ ഈ ബുക്കിൽ നടക്കി വായിച്ചറിയാൻ സാധിക്കും, അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന്. അത് സഭ, അതായത് ഈ കാലഘട്ടത്തിൽ സഭ പറയാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല, എനിക്ക് ലോകത്തിൽ നിന്നെ കൂടെ ജീവിക്കാൻ പറ്റൂന്നേ. ആരെങ്കിലും നിന്ന് വന്നാൽ എന്തെങ്കിലും വന്നാൽ പോലീസുണ്ട്, എനിക്ക് വക്കീലുമാരുണ്ട്. രോഗം വന്നാൽ ആമേൻ ആർട്ടിഫിഷ്യൽ മെഷീൻ ഇട്ട് വെച്ചാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ എന്നെ വെന്റിലേറ്ററിൽ ജീവിപ്പിച്ച് നിർത്താം. 99% വെന്റിലേറ്റർ, 1% എൻ്റെ ഹാർട്ട് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ 100% ഹോസ്പിറ്റലിൽ എത്ര പണം മേടിക്കാൻ ആഗ്രഹമുണ്ടോ വരുമ്പോൾ നോക്കുന്നത് നിന്റെ അടുത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ, അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും വെളിയിലുണ്ടോ, നിന്റെ പോക്കറ്റിലേക്കാണ് നോക്കുന്നത്. അപ്പം തന്നെ ഒരു ബഡ്ജറ്റ് ഇടും. ഇതൊക്കെ നല്ലോണം അനുഭവിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ പേഷ്യൻ്റെ കണ്ട് എത്ര മേടിക്കാൻ പറ്റും, ഇവന് വെന്റിലേറ്ററിലിട്ട് എത്ര കിട്ടും. സ്തോത്രം, യേശുവിൻ്റെ രക്തം. ഇവനെ വെന്റിലേറ്ററിലിട്ടാൽ എത്ര കിട്ടും. രോഗം പറയാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. കർത്താവ് നീ പുറത്ത് നിൽക്ക്, എനിക്ക് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട്. എവരിത്തിങ് ഇൻ ദ വേൾഡ്, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. ഇംഗ്ലീഷിൽ വായിക്കുകയാണ്, ബിക്കോസ് thou sayest I am rich and increased with goods and have need of nothing, and knows that thou art wretched and miserable and poor and blind and naked. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ എത്ര മൽമല ധരിച്ചാലും നീ നഗ്നയാണ്, നഗ്നനാണ്. നീ എത്ര സമ്പന്ന, എനിക്കെല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. സ്തോത്രം. ശാത പറയാണ്, നീ ഒന്നുമല്ല, നീ ദരിദ്രനാ, കുരുടനാ. എന്നിട്ട് പറയാണ്, സ്തോത്രം, നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന്. അടുത്ത കാര്യങ്ങൾ പറയാം. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വേണം ധരിക്കേണ്ടത്. സ്പിരിച്വൽ ലോകം നിന്നെ നോക്കുന്നത്, സേറ്റാനിക്കുണ്ട് ദൂതന്മാർ നോക്കുന്നത് നീ തുണിയില്ലാത്തവരായിട്ടാ. ധരിക്കേണ്ടത് വെള്ളയുടുപ്പ് നിനക്ക് രക്ഷിക്കപ്പെട്ട നാളിൽ തന്നതായിരുന്നു. നീതിയുടെ വസ്ത്രം ഫ്രീ ആയിട്ട് തന്നതായിരുന്നു. യശയ്യാപ്രവചനം 61:10. രക്ഷാവസ്ത്രം നീ യേശുവിൽ ആശ്രയിച്ച സമയത്ത് പാപമോചനത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നുവെങ്കിൽ പെന്തിക്കോസ്തിൽ ചേരാനല്ല, പാപമോചനത്തിന് വേണ്ടി നീ പാപത്തിന് ശിക്ഷ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷിതാവ് ഒരാളെ ഉള്ളത് പരിശുദ്ധാത്മാവിന്റെ സോളി വെളിപ്പെടുത്തി നീ യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ യേശുവിനെയാണ് ധരിച്ചത്. ഈ പൊന്നാണ് നീ ധരിച്ചത്. നിവരെ നിൽക്കുന്ന പലയാതിന് അഴമത്സ്യക്കൽ വെള്ളിമൻ നിർത്തി പൊന്നാ ധരിച്ചത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ലോകത്തിൽ അതൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് വായിക്കൂടാ, ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇപ്പൊ കർത്താവ് പറയാ, നിനക്ക് വേണമെങ്കിൽ തിരിച്ചു വരണമെങ്കിൽ നീ സമ്പന്നനാകണേ. വാസ്തു നീ ദരിദ്രനാണ്, നീ സമ്പന്നനാകണം. തീരൂതി കഴിച്ച് പരിശോധിക്കപ്പെട്ട പൊന്ന് വില കൊടുത്തു വാങ്ങണം. നിനക്ക് ആ സൗജന്യമായി തന്ന നീതിയുടെ വസ്ത്രം നീ കളഞ്ഞു, നീ നഗ്നയാണ്. ആലയത്തിന് കല്യാണ വസ്ത്രം നഷ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റാർക്കും അറിഞ്ഞില്ല. കല്യാണ സദ്യക്ക് ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. അവൻ വഴി എവിടെ ആയിരുന്നോണ്ടിരുന്നവനാ, വിളിക്കപ്പെട്ടവർ വന്നില്ല. രാജാവിന് കോപം വന്നു. സർവീസോടെ പറഞ്ഞ് പോയി വഴിയെടുത്തിരക്കുള്ളവരൊക്കെ കൊണ്ടുവന്ന് അറിഞ്ഞില്ല, പോയി കൊണ്ടുപോയിനിയും
അവിടെ തെണ്ടി നടക്കുന്നവനും കൊണ്ടു നടന്നു. അങ്ങനെ തെണ്ടി നടന്നവനായിരുന്നു. അകത്ത് കൊണ്ടുവന്ന് അപ്പൊ അന്നത്തെ കസ്റ്റം അനുസരിച്ച് കൊണ്ട് രാജാവിന്റെ പ്രൗഢിക്കൊത്തവണ രാജ്യവസ്ത്രം കൊടുത്തു. ഇന്ന് കണ്ടിട്ടില്ല നമ്മുടെ പിള്ളേർക്ക് കല്യാണങ്ങൾക്ക് ഒരേപോലത്തെ യൂണിഫോം എടുത്തത്, അതുപോലെ രാജ്യവസ്ത്രം കൊടുത്തു. അപ്പൊ അടുത്തിരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലായില്ല ഇവന് കിട്ടി, ഇവര് നഷ്ടപ്പെട്ടു. രാജാവ് വന്നപ്പോ നേരെ കണ്ടുപോയത് അവന്റെ അടുത്തേക്ക്. ഹലോ മടിയ കമാൺ, സ്നേഹിത എന്നാ വിളിച്ചത്. ദുഷ്ടതല്ല വിളിച്ച സ്നേഹിത, നീ വഴിയരുമ്പേ കടന്നവനായിരുന്നു. നിന്നെ ഞാൻ വിളിച്ചിട്ട് നിനക്ക് ഫ്രീ ആയിട്ട് ഒരു വസ്ത്രം തന്നിരുന്നു. വെരി സിറ്റ്, എവിടെ പോയി? ഉത്തരം മുട്ടി പോയി. അയ്യോ, പിന്നെ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. ആരുടെ മുമ്പിൽ നിൽക്കുന്നത്? ഇപ്പൊ ഞങ്ങളെ പോലെ പ്രസംഗിക്കുന്നവരുടെ ആയിരക്കണക്കിന് ജസ്റ്റിഫിക്കേഷനാ. എന്തു പറഞ്ഞാലും തിരിച്ച് 10 മുള്ളം കൊണ്ട് അടിക്കുക, 10 ബുള്ളറ്റാ കൊണ്ട് അടിക്കുന്നത്. മഴയും കിമ്പും ആകാശത്ത് പെയ്യും, അത് അവിടേക്ക് മടങ്ങാതെ വിത്തും ഭക്ഷിപ്പാൻ ആകാരം നൽകി ഭൂമിയെ ഫലവത്താക്കി വിളയിക്കുന്ന പോലെയാവുന്നു എൻ്റെ വായിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എന്നാണ് ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്ന പോലെ അതേ മഴത്തുള്ളി പാറപ്പുറത്ത് വീണ എങ്ങനെ ഉണ്ടാവും? സ്പ്ലാഷ് ചെയ്യും. ഇതുപോലെ ചിലരുടെ ഹൃദയത്തിലേക്ക് ഇപ്പൊ പല കോഷ്ടികളൊക്കെ കാണിക്കും. സ്തോത്രം. അപ്പൊ നിനക്ക് വാസ്തവത്തിൽ ദൈവസ്ഥയിലാകണമോ? വിശ്വാസത്തിന്റെ പരിശോധിച്ച് മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. മരിച്ചാൽ ലോർഡ് കുഴപ്പമില്ല, ഐ റിസീവ് യു. ഞാൻ നഷ്ടപ്പെടുത്തിയതാ, ഞാൻ വിശ്വസിച്ച നാളിൽ എനിക്ക് നീതിയുടെ വസ്ത്രം സൗജന്യമായിട്ട് തന്നതാ, പക്ഷെ ഞാനത് കളഞ്ഞു. അവൻ ഉത്തരം മുട്ടിപ്പോയി. അടുത്തിരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലായില്ല, കർത്തമേശത്തിൽ ആർക്കും മനസ്സിലായില്ല, കൂടെ ആരാധിക്കുന്ന ആർക്കും മനസ്സിലായില്ല. പക്ഷെ രാജാവ് നോക്കി അവന്റെ കണ്ണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, കം ഓൺ, where is the righteous cloth that I gave to you? നിനക്ക് തന്ന നീതി വസ്ത്രം എവിടെ? ഫ്രീ ആയിട്ട് തന്നല്ലയോ? വഴിയരമ്പി കിടന്നായിരുന്നെങ്കിൽ അവിടെ കിടക്കായിരുന്നു, തെണ്ടിയായിരുന്നെങ്കിലും ജീവിക്കാമായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? രാജാവ് പറഞ്ഞു, കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടി കൊണ്ടുപോയിടാ. ഏറ്റവും പുറത്തുള്ള ഇരുട്ടില് രക്ഷിക്കപ്പെട്ടവനാ, സൗജന്യമായി രക്ഷ കിട്ടിയവനാ, നീതിയുടെ വസ്ത്രം കിട്ടിയവനാ, ഫ്രീ ആയിട്ട് കിട്ടിയവനാ. ഇപ്പൊ പറയാണ്, നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകാതെ അവളെ ധരിക്കേണ്ടത് വെള്ളയുടൊപ്പം. കണ്ണുകുരടായിപ്പോയി. ആദ്യം മധുരം വായിക്കുമ്പോൾ അങ്ങനെ പൊരുൾ മനസ്സിലാകുമായിരുന്നു, ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായിരുന്നു, കണ്ണുനീര് വരുമായിരുന്നു, നെടുമ്പാട് ഇവിടുന്ന് കരയുമായിരുന്നു. ഇപ്പോ ഞാൻ റെഡി. നല്ലത് പറഞ്ഞൊക്കെ എനിക്ക്, ദൂഷ്യം പറഞ്ഞൊക്കെ അവര് അയൽക്കാരനുള്ളതാ. എന്ന് പറയാണ്, നിന്റെ കണ്ണിൽ എഴുതുക ലേബും എന്നോട് വിലയ്ക്കു വാങ്ങുവിൻ. ഇപ്പോഴത്തെ വിശ്വാസികൾ പറയാണ്, നിന്റെ വിശ്വാസം പരിശോധിക്കപ്പെടണം. യു ഹാവ് ടു പേ പ്രൈസ്. വെൻ നിനക്ക് എപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തത്തക്കൂടെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ഇടപെട്ടുകൊണ്ട് നീ രക്ഷയുടെ ഏക രക്ഷകനായി ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നിനക്ക് നല്ല ഫ്രീ ആയിട്ട് കിട്ടി. ക്രിസ്തുവിനെ തന്നെ നിന്റെ മേലിട്ടുകൊണ്ട് നിന്നെ നീതിമാനായിട്ട് പാപം ചെയ്യാത്തവരായിട്ട് കണക്കിട്ടു. നിനക്ക് നീതിയുടെ വസ്ത്രം തന്നു. പക്ഷേ മുന്നോട്ട് പോയപ്പോൾ വേറെ പലരുടെയൊക്കെ വാക്ക് കേട്ടു, അങ്ങോട്ടൊന്ന് നോക്കി ഇങ്ങോട്ട് നോക്കി, ഈ ലോസ്റ്റ്. സ്റ്റിൽ ഈസ് നോക്കിംഗ് ഓൺ യുവർ ഡോർ. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടുകയാണ്. പക്ഷെ ഒരു കാര്യം, ഇനി പൈസ കൊടുക്കണം, വില കൊടുക്കണം, മലയിൽ കയറിയാൻ പറ്റില്ല. നിന്റെ വിശ്വാസത്തെ പരിശോധിക്കും. നിന്റെ വിശ്വാസം ജെന്യുവൻ ആയതുകൊണ്ടായിരുന്നു നിനക്ക് ക്രിസ്തുവിനെ തന്നത്. നിന്റെ വിശ്വാസം ജെന്യുവൻ ആയതുകൊണ്ടാണ് നിനക്ക് നീതിയുടെ വസ്ത്രം ഫ്രീ ആയിട്ട് തന്നത്. ഇപ്പോൾ അത് കളങ്കം വീണിരിക്കുന്നു. ആരോ കൊണ്ട് കള വിധിച്ചിരിക്കുന്നു. റിമൂവ് ദാറ്റ് കള. ഈ ഗോതമ്പും കളയും, ഡാർണൽ എന്ന് പറയും കളയെ, ഇത് വളർന്നു വരുമ്പോൾ രണ്ടും ഒരേപോലെയാ. ഒരേപോലെ എനിക്ക് കണ്ട മനസ്സിലാവില്ല. എന്നാൽ കതിരിടാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും, ഡാർണൽ വേറെയാ, ഗോതമ്പ്. അയ്യോ യജമാനനെ ചതിവ് പറ്റിപ്പോയല്ലോ. ഈ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ നമ്മുടെ യുക്രൈന് അല്ലെങ്കിൽ അമേരിക്ക സ്ഥലങ്ങളിലൊക്കെ വലിയ ഏക്കർ കണക്കിന് വേണ്ടി ചെയ്യാം. മെഷീനാണ് വിതയ്ക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഹെലികോപ്റ്റർ വിതയ്ക്കുന്നവരുണ്ട്. ഇതിനിടയ്ക്ക് ശത്രു വന്ന് ഈ ഡാർണലെ പോലും കൊണ്ട് വിതച്ചു കഴിഞ്ഞാണ്ടല്ലോ, വളരെ മേലേക്ക് ഒരേപോലെ ഇരിക്കും. കതിര് ഫലം വരുമ്പോൾ അയ്യോ ഫലത്തിൽ നല്ലയോ സസ്യം ഏതാണ് തിരിച്ചറിയുന്നത്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ദൈവം കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം എന്താ സാധനമെന്ന്. ഇപ്പം ഞങ്ങൾ ചില സമയത്ത് ബ്രഷ് മാത്രമല്ല കത്തിയും ചുറ്റിയൊക്കെ എടുക്കും.
എന്തിനാണെന്നറിയാമോ? ഒന്ന് ഉടച്ച് നേരെയാക്കാൻ. എന്താ പറയുക, തീയിൽ ഊതി കഴിച്ച പൊന്ന്. വെള്ളയെടുപ്പ് ഇനി വിലയ്ക്ക് വാങ്ങുക. വിശ്വാസത്തിന് ജെന്യുവിറ്റി പ്രൂവ് ചെയ്യണം. ഇപ്പം പൊന്നിനെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് വില കൊടുക്കേണ്ടി വരുന്നത്? നിനക്ക് ഫ്രീ ആയിട്ട് തന്നതായിരുന്നു, പക്ഷേ എങ്കിലും നീ അത് കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഈ പൊന്ന് വേണ്ടത് എവിടേക്കാണ്? സ്തോത്രം, ദൈവത്തിൻ്റെ ആലയത്തിനടുത്ത്, കൃപാസനത്തിനടുത്ത്. നീ വെള്ളിയെക്കുറിച്ച് ദൈവകൃപ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സ്തോത്രം, പൊന്നായിട്ട് നിൽക്കണോ? നിന്നിൽ ഒരു പക്ഷിക്ക് പോലും വന്നിരിക്കാൻ പറ്റാതിരുന്ന മുള്ളുകൾ നിറഞ്ഞ മുള്ളുവാക്ക്, കുത്തുവാക്കുകൾ, അങ്ങനെ ഒരു കതിരമരമായിരുന്നു. അതിനവിടുന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവന്നു, ഷേപ്പാക്കി, സൈസിൽ ആക്കി. സ്തോത്രം, അതിനെ ക്രിസ്തു വന്ന് പൊന്നുകൊണ്ടിങ്ങ് പൊതിഞ്ഞു. എന്നിട്ട് അരശേക്കൽ വെള്ളി ചൂട് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. എവിടെ നിർത്തിയിരിക്കുന്ന അറിയാമോ? കൃപാസനത്തോട് ചേർന്ന്. പഴയ നിയമത്തിലെ അഹരോൻ്റെ മക്കൾക്ക് മാത്രമേ ഈ പർവ്വതസ്ഥലത്ത് പ്രവേശിക്കാൻ യോഗ്യതയുള്ളൂ. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ, അത് അല്പസമയത്തേക്ക് വലിയൊരുക്കത്തോടു കൂടി മഹാപുരോഹിതന് മാത്രമേ പ്രവേശിക്കാൻ യോഗ്യതയുള്ളൂ. നീ നിൽക്കുന്നത് എവിടെ കിടന്നതാ? കുപ്പയിൽ കിടന്നത്, ഭിക്ഷയാച്ചുകൊണ്ട് കിടന്നത്, തെരുവിൽ കിടന്നതിനെ സൗജന്യമായിട്ട് കൊണ്ടുവന്ന് സൗജന്യമായിട്ട് നീതീകരിച്ചു. ക്രിസ്തുവാകുന്ന നീതി വസ്ത്രത്തെ സൗജന്യമായിട്ട് തന്നു, രക്ഷയെ സൗജന്യമായിട്ട് തന്നു. അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് നിന്നെ നിർത്തിയിരിക്കുക. നീ വില കൊടുത്തല്ല. ഈ വെള്ളി എന്താ പഠിക്കാൻ പറയും, നിന്നെ നിർത്തിയിരിക്കുന്ന എവിടെയാണെന്ന്. അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് വിശ്വാസം ത്യജിച്ച്. ഞാൻ പറഞ്ഞല്ലോ, അഹരോനും പർവ്വതത്തിൻ്റെ കീഴെ അഹരോനും ഇസ്രായേലും കാളക്കുട്ടി ഉണ്ടാക്കി. അന്ന് രാവിലെ ദൈവം മന്ന കൊടുത്തു. ദൈവത്തിനറിയാം അവർ കാളക്കുട്ടി ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണെന്ന്. മന്ന മുടക്കിയില്ല. മന്ന തരും, പക്ഷേ വരാൻ പോകുന്നത് മരണമാണ്. ബി കെയർഫുൾ. അല്പം വാണിങ്ങൊക്കെ പറയേണ്ടി വരും. എന്തിനാണെന്നറിയുമോ? ഇത് കേട്ടനുസരിച്ചാൽ, ഏറ്റെടുത്താൽ നിത്യതയിലിരിക്കുമ്പോൾ പറയും, സഹോദര, അന്ന് പറഞ്ഞത് നന്നായി, എന്നെ ശാസിച്ചത് നന്നായി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിന്റെ സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം. നീ സ്നേഹിക്കുന്ന ജനത്തോട് സംസാരിക്കുന്നല്ലോ. ലോഡ് ശോധന ചെയ്ത സമയത്ത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. നിന്നെ കൂടാതെ ഓവർകം ചെയ്യാൻ സാധ്യമല്ല കർത്താവേ. നിന്റെ സാന്നിധ്യം കൂടാതെ, നിന്റെ കൃപ കൂടാതെ സാധ്യമല്ല. അളവ് കൂടാതെ ആത്മാവിന് പകരുന്ന നീ, ഞങ്ങളോട് കൃപ കാണിച്ചാട്ടെ. ഉയരത്തിന് ശക്തി വേണം കർത്താവ്. കേൾക്കുന്ന ഒരു ജനത്തെയും തുടർന്ന് കേൾക്കുന്നതിന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.